അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ടർ ഓവർലോഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. കൺസ്ട്രക്ടർ നമുക്ക് അറ്റ് എ ടൈം ഒരു കൺസ്ട്രക്ടർ ഡെഫിനിഷനെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ ഇംപ്ലിമെൻറ്റേഷനെ പാടുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ കൺസ്ട്രക്ടർ ഓവർലോഡ്സ് ഇടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ടർ ഞാൻ എഴുതാൻ പോകുന്നത് എക്സ് എന്ന് പറയുന്നത് നമ്പറാണ്, വൈ എന്ന് പറയുന്നതും നമ്പറാണ്. പക്ഷെ ഇപ്പം നമുക്കൊരു എറർ വരും, കാരണം അവിടെ ഇംപ്ലിമെൻറ്റേഷൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അത് ഇഗ്നോർ ചെയ്യാം. രണ്ടാമത്തെ കേസിൽ ഞാൻ എഴുതാൻ പോകുന്നത് കൺസ്ട്രക്ടർ എക്സ് വൈ ഇസ് ബൂളിയൻ. മൂന്നാമത്തെ കേസിൽ ഞാൻ എഴുതാൻ പോകുന്നത് കൺസ്ട്രക്ടർ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ, വൈ ഈക്വൽ ടു സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് 3 കൺസ്ട്രക്ടർ. ഇനി എൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൺസ്ട്രക്ടർ എഴുതുമ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതായത് നമുക്ക് ഈ 3 രീതിയിലും ഇപ്പം എന്ത് എഴുതാൻ പറ്റും? ഓബ്ജക്ട്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് കൺസ്ട്രക്ടർ ഇതാണ് ഇംപ്ലിമെൻറ്റേഷൻ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് പാരാമീറ്ററൈസ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ഉണ്ടാവണം. അപ്പം ഇതിനകത്ത് എക്സ് ആദ്യത്തെ 3 നമ്പേഴ്സ് ആദ്യത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൺസ്ട്രക്ടറിൽ എക്സ് നമ്പറാണ്, എക്സ് വൈ ബൂളിയൻ ആണ്, മൂന്നാമത്തേന് എക്സ് നമ്പറാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ കൺസ്ട്രക്ടറിൽ വരുമ്പം എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓർ ബൂളിയൻ എന്ന് പറഞ്ഞു കൊടുക്കണം, കോമ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടെ y ഈക്വൽ ടു നമ്പർ ആണ്. അപ്പോൾ y എന്ന് പറയുന്നതിനകത്ത് ഒരു വാല്യൂ വരേണ്ടത് നമ്പർ ആണ്. ഇവിടെ വേറൊരു വാല്യൂ വരുന്നത് ലാസ്റ്റ് കൺസ്ട്രക്ടറിൽ വേറൊരു വാല്യൂ വരുന്നത് സ്ട്രിങ് ആണ്. അപ്പം ഞാൻ ഓർ സ്ട്രിങ് ഇട്ടു. പക്ഷേ ഇവിടെ ഒരു എറർ വന്നു, കാരണം രണ്ടാമത്തെ കൺസ്ട്രക്ടറിനകത്ത് y ഇല്ല. അപ്പം രണ്ടാമത്തെ കൺസ്ട്രക്ടറാണ് കോൾ ചെയ്യുന്നതെങ്കിൽ വൈയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫോൾട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ തൽക്കാലത്തേക്ക് 0 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മുടെ എററും മാറിക്കിട്ടി. ഇനി നമുക്കിത് എഴുതാം. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എഴുതുന്ന കുറച്ച് പണിയാണ്. തൽക്കാലത്തേക്ക് ഞാൻ ദിസ് ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്, ദിസ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ മേലോട്ട് വന്നിട്ട് നമ്പർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു, സ്ട്രിങ് ഈക്വൽ ടു ഹായ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇവിടെ താഴെ വരുമ്പോഴാണ് എറർ വരുന്നത്. ബൂളിയൻ ഇസ് നോട്ട് അസൈൻഡ് ടു ദ നമ്പർ, ബൂളിയൻ ഇസ് നോട്ട് അസൈൻഡ് ടു ദ നമ്പർ എന്ന് വെച്ച് ഇവിടെ നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇത് എക്സ് ഇസ് ഈക്വൽ ടു വൈ, എക്സ് ഇസ് ഈക്വൽ ടു വൈ അവിടെ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ടൈപ്പ്, ഇപ്പം എക്സ് ഇൻസ്റ്റൻസ് ഓഫ് ബൂളിയൻ ഇൻസ്റ്റൻസ് ഓഫ് അല്ല, ടൈപ്പ് ഓഫ് ആണ്. ടൈപ്പ് ഓഫ് ബൂളിയൻ ആണെങ്കിൽ ഇതെന്ത് പറ്റി? ടൈപ്പ് ഓഫ് എക്സ് ഈക്വൽ ടു ബൂളിയൻ, ദിസ് ഡോട്ട് എക്സ് ഈക്വൽ ടു 1000 എന്ന് പറഞ്ഞു കൊടുത്തു. എക്സ് സ്ട്രിങ് അല്ലല്ലോ, പക്ഷെ ഞാൻ കൊടുത്ത വാല്യൂ സ്ട്രിങ് ആണ്. അതിനുശേഷം this dot else if അല്ല, if type of y equal to boolean,
this dot y അല്ല y ബൂളിയൻ അല്ലല്ലോ, y ഇവിടെ വരുന്ന നമ്പർ ആണ്. കാരണം ഇവിടെ സ്ട്രിങ് ആണ്, ഇവിടെ എക്സ്ട്രാ വരുന്ന പാരാമീറ്റർ ഉള്ളത് നമ്പർ ആണ്. അപ്പൊ നമ്പർ ആണെങ്കിൽ എന്ത് വാല്യൂ കൊടുക്കും? ഈക്വൽ ടു 2000. ഞാൻ സ്ട്രിങ്ങിൽ 2000 എന്ന് പറഞ്ഞു കൊടുത്തു. ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അത്? അങ്ങനെയാണെങ്കിൽ ദിസ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തു. എക്സ് ഡോട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബൂളിയനെ നമ്പർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എക്സ് ബൂളിയൻ ആകുമ്പം ട്രൂ ആകുമ്പോൾ 1ഉം ഫോൾസ് ആകുമ്പം 0യും വരും. അതിനുശേഷം എഫ് എൽസ് this dot x equal to x. നമുക്കിവിടെ രണ്ട് നമ്പറേ ഉള്ളൂ, ഒന്നെങ്കിൽ ബൂളിയൻ അല്ലെങ്കിൽ നമ്പർ. നമ്പർ അല്ലെങ്കിൽ ബൂളിയൻ ആണ് എക്സ് ഉള്ളത്. എക്സ് ബൂളിയൻ ആണെങ്കിൽ അതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ വരുന്ന വാല്യൂ നമ്പർ ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന വാല്യൂ നമ്പർ ആയതുകൊണ്ട് എക്സ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വൈയുടെ ആണ്. വൈ നമ്പർ അല്ലെങ്കിൽ സ്ട്രിങ് ആണ്. നമ്മൾ മേളിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന വൈ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അപ്പോൾ നമ്പർ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വൈ ഡോട്ട് സ്ട്രിങ് കൊടുത്തു. എൽസ് ദിസ് ഡോട്ട് വൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ താഴെ വന്നിട്ട് ഇനി കൺസ്ട്രക്ടർ എഴുതാൻ പോവാണ്. കൺസ്ട്രക്ടർ എഴുതാൻ നമ്മൾ ആലോചിക്കണം, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ ഓവർ ഡിഫൈൻ ചെയ്ത കൺസ്ട്രക്ടറിനകത്ത് ബൂളിയൻ ആണ് സിംഗിൾ ഡിജിറ്റ് ആയിട്ട് വരിക. അപ്പം ഞാനിവിടെ വന്നിട്ട് ട്രൂ കൊടുത്തു. അതിനുശേഷം ഞാൻ റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. ഇനി ട്രൂ മാറ്റി ഞാൻ ഫോൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ഫോൾസ് അല്ലെങ്കിൽ 1000 കൊടുത്തു കഴിഞ്ഞാൽ പി ഡോട്ട് എക്സിൽ കിട്ടുന്ന വാല്യൂ 0 ആണ്. നമ്പർ 100 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പം നമുക്കിങ്ങനെ കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് ഒരു ഇതിനകത്ത് തന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ആംഗ്ലർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ മനസ്സിലാക്കി വെക്കേണ്ടത് നല്ലതാണ്. നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കൺസ്ട്രക്ടർ ഓവർലോഡ്സ് എന്ന് പറയുന്നത്.